ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് കുക്കേഴ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. പൈനാപ്പിൾ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നല്ല മധുരമുള്ള പൈനാപ്പിൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 700 ഗ്രാം വലിപ്പത്തിലുള്ളൊരു പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ പൈനാപ്പിളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നടുഭാഗമൊക്കെ കളഞ്ഞിട്ടുണ്ട്, കൂഞ്ഞിലെന്നൊക്കെ പറയുമല്ലോ, ആ ഭാഗമൊക്കെ കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഈ ചെറിയ ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ മിക്സി ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചുകൂടെ എടുക്കണം. പൈനാപ്പിൾ ജ്യൂസിൽ ചെറിയ ചെറിയ നാരുകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്കൊരു പഴം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഈ ഒരു ടൈപ്പിലുള്ള പഴമാണ് കിട്ടുന്നത്. അപ്പോൾ നാട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് റോബസ്റ്റ് പഴം ഇതിനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ പഴം നമുക്ക് അടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ തൊലിയൊക്കെ റിമൂവ് ചെയ്ത് ഇത് ഞാൻ ചെറിയ പീസായിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമുക്ക് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ജ്യൂസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ്, അതായത് 250 ml മിശ്രം കപ്പിൽ 1/4 കപ്പ് പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഒഴിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഏലക്ക ഒന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 7 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഏലക്കാപ്പൊടിയും നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് കോൺഫ്ലോർ പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടേബിൾ സ്പൂൺ നിറച്ചായിട്ടല്ല ഇട്ട് കൊടുക്കുന്നത്, ഈ ഒരു ലെവലിലാണ് ഞാൻ എടുക്കുന്നത്. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കട്ടയില്ലാതെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കോൺഫ്ലോർ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹൽവ റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. പാൻ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റായിട്ട് വരുമ്പോഴേക്കും ഞാനിതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാഷ്യൂനട്ടിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഉണക്കമുന്തിരിയോട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാഷ്യൂനട്ടിൻ്റെയും ഉണക്കമുന്തിരിയുടെയൊക്കെ അളവ് ഡിപ്പെൻസ് ആണ്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ പാനിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് നമുക്ക് ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ആ പൊടി കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ പഴത്തിന്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നത്. നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ജ്യൂസൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലോർ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലോർ 2-3 പ്രാവശ്യമായിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കട്ടയില്ലാതെ ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് അപ്പോൾ ഞാൻ മുഴുവൻ കോൺഫ്ലോർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ബദാം മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൈഗറിൻ്റെ ബദാം മിക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു കളറൊക്കെ നമ്മുടെ ഹൽവയ്ക്ക് കിട്ടാനായിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 3-4 ഡ്രോപ്സ് ബദാം മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ. യെല്ലോ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അതായാലും ചേർത്ത് കൊടുക്കാം. പൈനാപ്പിളിന് കളർ ഉണ്ടെങ്കിൽ ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ബദാം മിക്സ് ചേർക്കുന്നത് നല്ലതാണ്. നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടാനും ബദാം മിക്സ് നല്ലതാണ്. ഇതപ്പോൾ ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കാഷ്യൂനട്ടും മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാനിപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ നമുക്കിത് മിക്സ് ചെയ്യാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഞാൻ കുറേശ്ശെയായിട്ട് നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് അപ്പോൾ ഞാൻ ഇതിലേക്ക് എത്രയാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് ലാസ്റ്റ് പറയാം കേട്ടോ. കുറച്ചുകൂടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്.
ഇതിലേക്ക് ഞാൻ ഇനി 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ടൂട്ടി ഫ്രൂട്ടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗിയൊക്കെ കിട്ടാനായിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഹൽവയൊക്കെ കടിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ടൂട്ടി ഫ്രൂട്ടിയുടെ ടേസ്റ്റ് കിട്ടുന്നതും നല്ലതാണ്. ഇതിലേക്ക് ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അളവ് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. കുറച്ചുകൂടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ ഒന്ന് കുറുകി വരണം കേട്ടോ. നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 5 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ പൈനാപ്പിൾ ഹൽവ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സ്ട്രക്ചറാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അതായത് പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരും. അതുപോലെ തന്നെ സ്പൂണിൽ നമ്മൾ കോരി എടുത്താലും ഇതുപോലെ വിട്ട് വീഴും. ആ ഒരു സ്ട്രക്ചറാണ് കേട്ടോ നമുക്ക് ഈ ഹൽവയ്ക്ക് വേണ്ടത്. അപ്പോൾ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു ട്രേയിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഹൽവ സെറ്റ് ചെയ്യാനായിട്ട് ഒരു ഗ്ലാസ് ബൗളാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ നന്നായിട്ട് നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് കേട്ടോ ഞാൻ ഈ ഹൽവ സെറ്റ് ചെയ്യുന്നത്. ഇനി ഇതൊരു നെയ്യ് പുരട്ടിയ സ്പൂൺ വെച്ചിട്ട് നമുക്ക് ലെവൽ ചെയ്തുകൂടെ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഹൽവ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 2-3 മണിക്കൂറിന് ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഇതപ്പോൾ റൂം ടെമ്പറേച്ചറിൽ തന്നെ സെറ്റ് ആയിക്കോളും. ഞാനൊരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 3 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാനപ്പോൾ ഈ ഗ്ലാസ് ബൗളിൽ നിന്നൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഞാനപ്പോൾ ഒന്ന് കട്ട് ചെയ്തുകൂടെ കാണിച്ചു തരാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ, നല്ല സോഫ്റ്റ് ആണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹൽവയാണ് കേട്ടോ ഇത്. ഈ ഹൽവ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നെയ്യിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ, താങ്ക് യു.